ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാദേവനെ രാധികയും അർച്ചന ഓഫീസ് റൂമിൽ കൊണ്ടിരുത്തി അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയമാണ് അവരുടെ മക്കൾ അങ്ങോട്ട് വരുന്നത്. അച്ഛനെയും അമ്മയും കുത്തി നോക്കുന്ന പോലെയാണ് അവരുടെ സംസാരം. മാത്രമല്ല അവർ തന്നെ ജയിക്കുമെന്ന് വെല്ലുവിളിക്കുന്നുമുണ്ട്. അവരുടെ സംസാരം ഒന്നും കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് തീരെ ഇഷ്ടാവില്ല. അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയാതെ അർച്ചന പറയും. അവർ വെല്ലുവിളിച്ചിട്ട് തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോകും. മഹാദേവനെ രാധികയും അർച്ചന ആശ്വസിപ്പിക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് വീണു പോയപ്പം ഇന്നലെ പരിചയപ്പെട്ട മോളാ ഞങ്ങൾക്ക് തുണയായി നിന്നത്. ഞങ്ങൾ വളർത്തി വലുതാക്കിയ ആ മക്കൾ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങളുടെ നേരെ നീട്ടിയില്ല എന്നൊക്കെ. രുക്കു അച്ചുവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ തീരുമാനം എന്തായി? വിവാഹം രജിസ്റ്റർ ചെയ്യാൻ നിനക്ക് സമ്മതമല്ലേ എന്ന്. അച്ചു പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല രുക്കു. പിന്നെ എന്തൊക്കെ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. രുക്കു പറയും, സാധാരണ പെൺപിള്ളേരെ ഒഴിഞ്ഞു മാറുന്നത്. ഇവിടെ ഞാനാ താലിയായി അമ്പലത്തിൽ വന്നത് വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ്. ഇപ്പം എൻ്റെ രജിസ്റ്റർ ഓഫീസിൽ വന്നു രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞ്. നീ എന്നെ വന്ന് വിളിച്ചാൽ ഏത് നിമിഷമാണെങ്കിലും ഞാൻ ഇറങ്ങി വരും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അച്ചു പറയും, നമ്മളങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. നിന്റെ കണ്ണീര് കാണാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോവേണ്ടത്? രുക്കു പറയുന്നുണ്ട്, നിന്റെ കൂടെ ആണെങ്കിൽ എന്ത് കഷ്ടപ്പാടാണേലും ഞാൻ സഹിച്ചോളാന്ന്. അച്ചു പറയും, അങ്ങനെ നിന്നെ കഷ്ടപ്പെടുത്താനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. രുക്കു ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴും പറയുമല്ലോ വലിയേട്ടൻ അർച്ചന ചേച്ചിയെ ദ്രോഹിച്ച കാര്യമൊക്കെ. എനിക്കൊരു സംശയം, നീ അതിൻ്റെ പക തീർക്കാനാണോ എന്നെ സ്നേഹിച്ചത്? അത് കേൾക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരും. അവളെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങും, പിന്നെ അടിക്കത്തില്ല. അവൾ പറയുന്നുണ്ട്, നീ അടിച്ചോ, എൻ്റെ കണ്ണീര് കാണുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്ന് ഇപ്പം നീ പറഞ്ഞതല്ലേ ഉള്ളൂ, നീ അടിക്ക്, ഞാൻ നിന്ന് ചിരിച്ചോളാം. ദേഷ്യം വന്ന് അച്ചു ആ രജിസ്റ്റർ ഫോം കീറിക്കളയുന്നുണ്ട്. എന്നിട്ട് പറയും, അർച്ചന ചേച്ചി സമ്മതിക്കാതെ, ചേച്ചിയുടെ അനുഗ്രഹവും സമ്മതവും ഇല്ലാതെ നമ്മളുടെ വിവാഹം നടക്കത്തില്ല, വാ പോവാന്നും പറഞ്ഞ് അച്ചു ദേഷ്യത്തോടെ വണ്ടിയിൽ കയറും. രുക്കു ആണെ കയറത്തില്ല. അവൾ പറയുന്നുണ്ട്, പൊക്കോ അച്ചു, നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു, ഇവിടെ കൊണ്ട് നമ്മളെല്ലാം അവസാനിപ്പിക്കുന്നു, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയും. കുറച്ച് സമയം കൂടി അച്ചു വെയിറ്റ് ചെയ്യും. പിന്നെ രുക്കു വന്ന് കയറാതെ ഇരിക്കുമ്പോൾ അച്ചു വണ്ടിയായി പോവും. രുക്കുവിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അർച്ചന ചേച്ചിയുടെ അനുവാദം ഇല്ലാതെ കല്യാണം കഴിക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ചേച്ചിയുടെ അനുവാദം വാങ്ങിയിട്ട് രുക്കുവിനെ സ്നേഹിച്ചാൽ പോരായിരുന്നോ? രുക്കു ഇവിടെ പറഞ്ഞത് എന്താ, വിവാഹം രജിസ്റ്റർ ചെയ്യാന്നല്ലേ. ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഇവർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കാവുന്നതുമാണ്. ഈ സമയം വിമല ചന്ദ്രലേഖയോട് പറയുന്നുണ്ട്, എത്ര നാളെന്ന് വെച്ചാൽ അമ്പാട്ടും ചന്ദ്രകാന്തും തമ്മിൽ ഇങ്ങനെ വഴക്കിൽ കഴിയുന്നത്. ഇപ്പം വെല്ലിച്ചനും സീതമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഓടിയെത്തും. ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വകയെന്നേ ഉള്ളൂ. രണ്ട് കുടുംബവും തമ്മിൽ വഴക്കായിട്ട് മുന്നോട്ട് പോകുമ്പം തലമുറകളെല്ലാം മാറി വരുമല്ലേ. രണ്ട് കുടുംബങ്ങളുടെ വഴക്ക് മാറി ഒന്നിക്കുന്നതല്ലേ നല്ലത്. ചന്ദ്രലേഖ ചോദിക്കും, വിമല വെളുത്ത കാക്കയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കറുത്ത കാക്ക മലന്ന് പറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വെളുത്ത കാക്ക മലന്ന് പറക്കുന്ന സംഭവം ഉണ്ടായാലും അമ്പാട്ടും ചന്ദ്രകാന്തവും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല. വിമല പറയുന്നുണ്ട്, എന്നാലും എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ഈ പകയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത്? എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്, രണ്ട് കുടുംബങ്ങളെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ. എന്താന്ന് ചോദിക്കുമ്പോൾ വിമല പറയും, അന്ന് വെല്ലിച്ചൻ്റെ സപ്തതിക്ക് എന്നപ്പം ചന്ദ്രേച്ചി അവിടെ നടന്നൊരു കാര്യം പറഞ്ഞില്ലേ, രുക്കു അച്ചും കൂടി ഒരുമിച്ച് വെല്ലിച്ചൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചെന്ന്. വെല്ലിച്ചൻ അവർ ഭാര്യയും ഭർത്താവും ഒന്ന് തെറ്റിദ്ധരിച്ചല്ലേ അവരെ ഒരുമിച്ച് അനുഗ്രഹിച്ചത്. ആ തെറ്റിദ്ധാരണ നമുക്ക് ശരിയാക്കി കൊടുത്താലോ? ഇവരുടെ രണ്ടുപേരെയും കല്യാണം അങ്ങ് നടത്തിയാലോ? അങ്ങനെയാണെങ്കിൽ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള വഴക്ക് നിന്നോളും. ചന്ദ്രലേഖ പറയും, അത് നല്ല ഐഡിയ. വിമല പറയും, എന്നാൽ പിന്നെ സത്യേട്ടനോടും വിജയേട്ടനോടും ഒക്കെ പറയല്ലേ, എടുത്തു ചാടി പറയണ്ട, അവർ നല്ല മൂടിയിരിക്കുമ്പോൾ പറയാം. ചന്ദ്രലേഖ പറയും, പറയാം. അതിനു മുമ്പ് വിമലയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോണം. അതെന്തിനാന്ന് ചോദിക്കുമ്പം ചന്ദ്രലേഖ പറയും, വിമല ഈ കാര്യം പറയുമ്പോൾ തന്നെ വിമല ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. അന്നേരം ഡ്രസ്സൊന്നും പാക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. വിമലെ എന്നോടിപ്പം പറഞ്ഞത് പറഞ്ഞു, മേലെ ഈ കാര്യം വിമല പറഞ്ഞു പോരുത്. പറഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ പുറത്തായിരിക്കും വിമലയുടെ സ്ഥാനം. ആ സമയമാണ് രുക്കു കയറി വരുന്നത്. രുക്കുവിൻ്റെ മുഖമൊക്കെ കണ്ട് ചന്ദ്രലേഖയും വിമലയും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്. ഒന്നുമില്ല, എനിക്ക് കുറച്ച് സമയം വെറുതെ ഇരിക്കണമെന്നും പറഞ്ഞ് രുക്കു മുറി കയറിപ്പോരുന്ന കരയും. ചന്ദ്രലേഖയും വിമലയും പുറകെ വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. രുക്കു വാതിൽ കുറ്റിയിട്ടേക്കുവാണ്. ഇവർ പറയുന്നുണ്ട് രുക്കു വാതിൽ തുറക്കാൻ. രുക്കു അകത്തുനിന്ന് വിളിച്ച് പറയും, ചേച്ചിമാരൊന്ന് പോയി തരുമോ? രുക്കു വാതിലൊന്ന് തുറന്നേ. ഇല്ലയെന്ന് പറഞ്ഞില്ലേന്നും പറഞ്ഞ് അവൾ അലറുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ്, വാതിൽ തുറക്കു രുക്കു എന്ന് പിന്നെയും വിമല പറയും. ഈ സമയം ഒരു ഓട്ടോയിൽ സത്യം വന്ന് ഇറങ്ങുന്നുണ്ട്. സത്യനെ അനന്തനും മുകുന്ദനും കൂടി ചേർന്ന് നല്ലപോലെ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. സത്യൻ്റെ കയ്യിലും തലയിലും എല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അനന്തനും മുകുന്ദനും മാസ്ക് ഇട്ടുകൊണ്ടാണ് പോയി സത്യനെ അടിച്ചത്. അതുകൊണ്ട് തന്നെ ആരാ അടിച്ചതെന്ന് സത്യൻ അറിയത്തുമില്ല.
സത്യം വിമലേന്ന് വിളിക്കുന്ന കേട്ട് സത്യേട്ടൻ വന്നെന്ന് തോന്നുന്നു ചേച്ചി എന്ന് പറഞ്ഞ് വിമല താഴേക്ക് ചെല്ലും. പുറകെ തന്നെ ചന്ദ്രലേഖ ഇറങ്ങിപ്പോകുന്നുണ്ട്. മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്നത് തലയിലും കയ്യിലും ഒക്കെ കെട്ടുമായി വരുന്ന സത്യനെയാണ്. അയ്യോ എന്ത് പറ്റി സത്യേട്ടാന്നും ചോദിച്ച് വിമലയും എന്ത് പറ്റി അനിയാന്ന് ചോദിച്ച് ചന്ദ്രലേഖയും സത്യന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. ഒരു വിധത്തിൽ കസേര കൊണ്ട് ഇരുത്തും. വിമല ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും എന്താ പറ്റിയെന്നൊന്ന് പറ. സത്യം വെള്ളം എന്ന് പറയുമ്പോൾ വിമല ചോദിക്കും വെള്ളം അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് വീണതാണോ? അത് കേട്ട് ദേഷ്യം വന്ന സത്യൻ അവൾക്ക് നേരെ കൈ ഓങ്ങുന്നുണ്ട്. പക്ഷെ പറ്റില്ല. നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. സത്യം പറയും കുടിക്കാൻ കുറച്ച് വെള്ളം താടി. സത്യനെ ഒന്ന് നോക്കി വിമല വെള്ളം എടുക്കാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് പോകും. എന്തു പറ്റി അനിയാന്ന് ചന്ദ്രലേഖ ചോദിക്കുമ്പോൾ സത്യം വേദനയോടെ പറയുന്നുണ്ട് പറയാന്ന്. ആ സമയം വിമല വെള്ളമായിട്ട് വരും. സത്യം കുറച്ച് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ വിമല പറയുന്നുണ്ട് ഇനി എങ്കിലും പറ സത്യേട്ടാ, എവിടെ വെച്ചാ ആക്സിഡന്റ് ഉണ്ടായത്? ബൈക്ക് എവിടെ? വേറെ വണ്ടിയായിട്ട് കൂട്ടിയിടിക്കുമായിരുന്നോ? സത്യം പറയും ഇടിയല്ല അടിയായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ വിമലയും ചന്ദ്രലേഖയും ഞെട്ടുന്നുണ്ട്. അടിയോ? ആരുമായിട്ട്? വിമല ചോദിക്കുമ്പോൾ സത്യം തിരികെ ചോദിക്കുന്നുണ്ട് രുക്കു എവിടെയെന്ന്. വിമല ചോദിക്കും രുക്കു അടിയായിട്ട് എന്താ ബന്ധം? സത്യം പറയും രുക്കു എവിടെ അതാദ്യം പറ. ചന്ദ്രലേഖ പറയും കരഞ്ഞോണ്ട് വന്ന് മുറി കയറി കതകു അടച്ചിരിപ്പുണ്ട്. സത്യം പറയും അവളെ ഇങ്ങോട്ട് വിളിക്ക്. പിന്നെ പറയും അല്ലെങ്കിൽ വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം. വിമല സത്യനെ താങ്ങി എണീപ്പിക്കുന്നുണ്ട്. പിന്നീട് രുക്കുവിന്റെ മുറി ചെന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സത്യം ചോദിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് രുക്കു നേരത്തെ അറിഞ്ഞിരുന്നോ? രുക്കു പറയും ഇല്ല. സത്യം പറയണം. രുക്കു പറയും ഇല്ല സത്യേട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു. സത്യം ചോദിക്കും അച്ചും നീയും തമ്മില് പിന്നെ എന്താ ഇടപാട്? അത് കേൾക്കുമ്പോൾ തന്നെ രുക്കു ഒന്ന് ഞെട്ടുന്നുണ്ട്. ചന്ദ്രലേഖ വിമലയെ അടുത്ത് തന്നെയുണ്ട്. ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അനിയൻ ഇനി എന്തെങ്കിലും അറിഞ്ഞു കാണുവോ? എന്തിടപാടെന്ന് രുക്കു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.